ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ത്യ-ഇംഗ്ലണ്ട് ഏകദിന ടി20 പരമ്പരകളുമായി ബന്ധപ്പെട്ട് ടീം ഇന്ത്യയുടെ സെലക്ഷന്റെ ഭാഗത്തുനിന്നും നിർണായക അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ-ഇംഗ്ലണ്ട് വൈറ്റ് ബോൾ സീരീസിനുള്ള സ്ക്വാഡിനെയും ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്ക്വാഡിനെയും ഒരുമിച്ച് പ്രഖ്യാപിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് എത്തുന്നത്. എന്നാൽ ഇന്ത്യയുടെ ഇംഗ്ലണ്ട് ഏകദിന പര്യടനവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു റിപ്പോർട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഇതുപോലുള്ള ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഈ മാസം നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ടി20 പരമ്പരകളിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ KL രാഹുലിന് വിശ്രമമായിരിക്കുമെന്നാണ് ഇന്ന് പുറത്തുവന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഈ മാസം 22 മുതലാണ് ഇംഗ്ലണ്ടിനെതിരായ ടി20 പരമ്പര തുടങ്ങുന്നത്. 5 മത്സരങ്ങളാണ് ടി20 പരമ്പരയിലുള്ളത്. ഇതിനുശേഷം 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിലും ടീം ഇന്ത്യ കളിക്കും. ഈ 2 പരമ്പരകളിലും രാഹുലിന് വിശ്രമം അനുവദിച്ചാലും അടുത്ത മാസം പാകിസ്ഥാനിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ രാഹുൽ പ്രധാന വിക്കറ്റ് കീപ്പറായി ടീമിലുണ്ടാകുമെന്നും ടീം മാനേജ്മെന്റ് അറിയിച്ചതായുള്ള റിപ്പോർട്ട് ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഓപ്പണറായി ഇറങ്ങിയ രാഹുൽ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തിരുന്നു. പരമ്പരയിൽ ഇന്ത്യ ജയിച്ച പെർത്ത് ടെസ്റ്റിൽ ഓപ്പണറായി തിളങ്ങിയ രാഹുലിന് പിന്നീട് ആ മികവ് പുലർത്താനായില്ല എങ്കിലും ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീം ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പറായി KL രാഹുൽ തന്നെ എത്തുമെന്നാണ് BCCI നൽകിയിരിക്കുന്ന സൂചന. കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പറായിരുന്ന KL രാഹുൽ 75.33 ശരാശരിയിൽ 452 റൺസ് അടിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ രാഹുൽ തന്നെയായിരിക്കും ചാമ്പ്യൻസ് ട്രോഫിയിലും ടീം ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പറായി മാറുക. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ രാഹുൽ വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ ടീമിലേക്ക് സെക്കൻഡ് വിക്കറ്റ് കീപ്പർ ചോയ്സായി സഞ്ജു സാംസണെ പരിഗണിക്കുമെന്നും ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഏകദിനങ്ങളിൽ മികച്ച റെക്കോർഡുള്ള സഞ്ജുവിന് ഇംഗ്ലണ്ടിനെതിരെ തിളങ്ങിയാൽ ഋഷഭ് പന്തിനെ പിന്തള്ളി ചാമ്പ്യൻസ് ട്രോഫിയിലെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി ടീമിലെത്താനും സാധിക്കും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവസാനം കളിച്ച ഏകദിന മത്സരത്തിൽ സെഞ്ചുറി അടിച്ച സഞ്ജു കഴിഞ്ഞ 5 അന്താരാഷ്ട്ര ടി20 മത്സരങ്ങളിൽ 3ലും സെഞ്ചുറി നേടി മികച്ച ഫോമിലാണ് നിൽക്കുന്നത്. നിലവിൽ 50-ന് മുകളിൽ ബാറ്റിംഗ് ശരാശരിയുള്ള ഇന്ത്യൻ താരങ്ങളിൽ ഒരാൾ സഞ്ജു ആണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.